അദ്ദേഹം എന്താ അങ്ങനെ പറഞ്ഞതെന്ന് അറിഞ്ഞൂടാ. പ്രതിസന്ധി ഉണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അറിയാത്ത ആരുമില്ല. കാരണം അത്രയധികം ആയിരക്കണക്കിന് സീറ്റുകളല്ലേ കുറവ്. എന്നിട്ട് പ്രതിസന്ധി ഇല്ല എന്ന് കണ്ണടച്ചങ്ങ് ഇരുട്ടാക്കിയേ പറ്റുമോ? അത് ശരിയല്ല. വലിയ പ്രതിസന്ധിയാണ്, ചെറിയ പ്രതിസന്ധിയല്ല, വൻ പ്രതിസന്ധിയാണ്. അതുകൊണ്ട് +2 ബാച്ചുകൾ ഇത്തവണ ഇല്ല എന്ന് കൊടുക്കുകയില്ല എന്ന് അദ്ദേഹം പറഞ്ഞത് തീർച്ചയായും ന്യായമല്ല. +1 സീറ്റ് വിഷയത്തിൽ വിദ്യാഭ്യാസ മന്ത്രി കണ്ണടച്ചിട്ടാക്കുന്നുവെന്ന് മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. പഠിക്കുക എന്നത് വിദ്യാർത്ഥികളുടെ അവകാശമാണെന്നും ആരുടെയും ഔദാര്യമല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. സീറ്റ് അനുവദിക്കേണ്ടത് രണ്ടാം LDF സർക്കാരിന്റെ കടമയായിരുന്നു. പ്രശ്നപരിഹാരമായില്ലെങ്കിൽ ലീഗ് തന്നെ സമരത്തിനിറങ്ങുമെന്നും കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി. ഒഴിവുവരുന്ന രാജ്യസഭാ സീറ്റ് മുസ്ലിം ലീഗിന് തന്നെയാണ്. സീറ്റിൽ ആരാണെന്നുള്ളത് സമയമാകുമ്പോൾ തങ്ങൾ പറയുമെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ശരിയല്ല. അദ്ദേഹത്തെ ഇത് പറഞ്ഞ് മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കും. പക്ഷേ അത് തന്നെ അതിൽ ഉറച്ചു നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെതിരായി വളരെ ശക്തമായ പ്രക്ഷോഭം തന്നെ വേണ്ടി വരും. പഠിക്കുക എന്നുള്ളത് കുട്ടികളുടെ അവകാശമാണ്, ആരുടെയും ഔദാര്യമല്ല, അവകാശമാണ്. അതിന് സീറ്റുകൾ ഗവൺമെൻറ് കൊടുത്തേ പറ്റുള്ളൂ. ആ പ്രശ്നം ഞങ്ങൾ വളരെ ഗൗരവമായിട്ട് എടുക്കും. അത് നിലപാട് തീർച്ചയായിട്ടും തിരുത്തണം. ഇക്കാര്യത്തിൽ നിലപാട് തിരുത്തണം. കാരണം അധികം ബാച്ചുകൾ കൊടുത്തേ പറ്റുള്ളൂ. അത്ര അധികം കുട്ടികളാണ് പാസ്സായി നിൽക്കുന്നത്. അവരൊക്കെ ഒന്നും ഇല്ലാതാവൂലേ? അവരെ ഭാവി ഉറപ്പുവരുത്തി ഭരിക്കുന്ന ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമല്ലേ? ഇതൊക്കെ പറയുമ്പോഴും നിങ്ങൾ ഉന്നയിക്കുന്നതൊക്കെ രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ആരോപണങ്ങളാണ്. ഇതിനൊന്നും വലിയ കാമ്പില്ല എന്നുള്ളതാണ് മന്ത്രിയുടെ ഭാഗത്തു നിന്ന് പ്രതികരണം. കാമ്പുണ്ടോ ഇല്ല എന്ന് നിങ്ങൾ തന്നെ ഒന്ന് പരിശോധിച്ചാൽ മതി. മീഡിയക്ക് ഇവിടെ പരിശോധിക്കാമല്ലോ. എത്ര കുട്ടികൾ പാസ്സായി, എത്ര കുട്ടികൾക്ക് A+ ഉണ്ട്, എത്ര അവർക്ക് സീറ്റ് അവൈലബിൾ ആണ്, ഇപ്പോൾ ഉള്ള ബാച്ചുകളിൽ എത്ര കുട്ടികൾ ഇരുന്ന് പഠിക്കുന്നുണ്ട്, നിങ്ങളൊക്കെ ഒന്നാണ് പരിശോധിച്ചാൽ മതിയല്ലോ. ആർക്കാ ഇതിൽ സംശയം? വടകരയിൽ സർവകക്ഷി യോഗം ചേരണമെന്ന് കുഞ്ഞാലിക്കുട്ടി ആവശ്യപ്പെട്ടു. കാഫിർ പ്രയോഗമാണ് വടകരയിൽ രംഗം വഷളാക്കിയത്. പ്രയോഗം നടത്തിയത് ആരെന്ന് പോലീസും സർക്കാരും പറയണമെന്നും കുഞ്ഞാലിക്കുട്ടി ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. Ampere College of Science offers Hospital Administration course, MBA in Healthcare Management, training tie-up with multi-specialty hospitals and medical colleges. Visit www.amperecollege.in. Ampere College of Science, Kuttipuram.